അമേരിക്കയും ഇസ്രായേലും കൂട്ടുകക്ഷികളായിട്ട് ഇറാനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കോപ്പുകൾ കൂട്ടുന്നതിനിടക്കാണ് വലിയ പ്രഖ്യാപനവുമായിട്ട് ഇറാൻ ജനത മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇറാനിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ജനത വലിയ രൂപത്തിൽ ആ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കരുത്താണ്. ആ ഇടയ്ക്കാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രൂപത്തിലുള്ളൊരു പ്രഖ്യാപനം വന്നത്. എന്താണ് ആ പ്രഖ്യാപനം? 2000-ഓളം ഹൈ പ്രഷറുള്ള ഹൈ ബ്ലാസ്റ്റിംഗ് കാപ്പബിലിറ്റിയുള്ള മിസൈലുകൾ ഞങ്ങൾ ഇസ്രായേലിന് നേരെ തിരിച്ചു വച്ചിരിക്കുന്നു. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണവും പറയുന്നുണ്ട്. ഞങ്ങളൊരു അർദ്ധരാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്ക് ഞങ്ങളെ വലിയ രൂപത്തിൽ അത്യാധുനിക വിമാനങ്ങൾ വന്നിട്ട് ആക്രമിക്കുക. അതായത് F-35 ഉൾപ്പെടെയുള്ള 200-ഓളം വരുന്ന ഫൈറ്റർ ജെറ്റുകൾ വന്നു ഞങ്ങളുടെ ഭൂമികയിൽ വലിയ രൂപത്തിൽ പരിക്കുകൾ പറ്റിച്ച് ഞങ്ങളെ സിവിലൈസിനെ കൊന്നൊടുക്കിയിട്ട് അവർ തിരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ എങ്ങാനും ഒരു അവസരം കൂടിയും അവർ നടത്തുകയാണെങ്കിൽ ഉടൻ ഓട്ടോമാറ്റഡായിട്ട്, അഥവാ ഓട്ടോമാറ്റിക്കൽ സിസ്റ്റം അതിൻ്റെ ഭാഗമാണ്, എവിടെയെങ്കിലും അധികം കംപ്രഷനുള്ള ഒരു സൗണ്ട് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഈ മിസൈലുകളൊക്കെ ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് കുതിച്ചു പായും. അതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങിയാലും അതിൽ പകരം വിട്ടാൻ ഞങ്ങൾ ആവശ്യം വരുന്നില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം വളരെ അത്യധികം ഗൗരവത്തോടുകൂടിയ ലോകം ഇതിനെ ചർച്ച ചെയ്തത്. അമേരിക്ക ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ പത്രമാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഇറാൻ എന്ന് പറയുന്നത് കേട്ടതിനേക്കാൾ കൂടുതൽ ഇനിയും പഠിക്കാനുണ്ട് എന്ന് ഇസ്രായേലും അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ മനസ്സിലാക്കി വരുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. മുസ്ലിം രാജ്യം എന്ന് പറയുമ്പോൾ അത് ഷിയാക്കളാണെങ്കിലും അവരുടെ ആ ധൈര്യത്തിന് മുമ്പിൽ അമേരിക്ക ഉൾപ്പെടെ മുട്ടിലെഴയുമ്പോൾ നമുക്കൊന്ന് പറയാം, അമേരിക്കയും ഇസ്രായേലും അവരെ സിൽബന്ദികളുമായി മാറിയിട്ടുള്ള നമ്മുടെ ന്യൂജൻ അറേബ്യൻ രാജ്യങ്ങളും ഒന്നിത് കണ്ടു പഠിക്കേണ്ടതാണ്. അഥവാ നമ്മുടെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇല്ലായിരുന്നുവെങ്കിൽ ഗസ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിന് ഫ്ലോട്ടിലെ പോലത്തെ കപ്പൽ വ്യൂഹത്തെ എത്തിക്കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു. കാരണം ആ ഫ്ലോട്ടിലയിൽ 200-ഓളം വരുന്ന ബോട്ടുകളും കപ്പൽ പോലത്തെ ചെറിയ സംവിധാനങ്ങൾ കൊണ്ടുപോയ അവർക്ക് ദൈനംദിന ചെലവിന് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുമ്പം അതിനൊക്കെ വലിയ രൂപത്തിൽ ഭീഷണി സ്വരങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ടെങ്കിലും അങ്ങേ അറ്റം അതിര് കടന്നിട്ടുള്ളൊരു ആക്രമണമോ അല്ലെങ്കിൽ രക്തച്ചൊരിച്ചിലോ അവർ നടത്തിയിട്ടില്ല. എന്തുകൊണ്ടായിരുന്നു ഇത്? ലോകം രാജ്യങ്ങളൊക്കെ അപലപിച്ചിട്ടുണ്ട് എന്നതിൽ മറ്റൊരു വസ്തുത ഉണ്ട്. എങ്കിലും ഇറാൻ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിതിനെ തടഞ്ഞു വെക്കുകയാണെങ്കിൽ ഞങ്ങൾ പഴയ മുറ സ്വീകരിക്കും. ലോകത്ത് മാനുഷിക പരിഗണനയ്ക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും മുന്നോട്ട് വരുമ്പോൾ അവർ അനുവദിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഏതൊരു യുദ്ധത്തിലുള്ള ആളുകൾക്കും ബാധ്യതയില്ല, അഥവാ കർത്തവ്യമാണ്. അതുകൊണ്ട് ഇസ്രായേൽ കരുതി കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ മിണ്ടാട്ടമില്ലാതെ ഈ പൂച്ച പിടിക്കാൻ പോയ എലി ഓടുന്നത് പോലെ ഓടി ഒളിക്കുക ചെയ്തത്. അതുകൊണ്ട് ഫ്ലോട്ടിൽ സക്സസ് ആവുകയും ഒരുപാട് ആളുകൾക്ക് അതിൽ നിന്ന് അന്നം കഴിക്കാൻ സാധിക്കുകയും ചെയ്തു. ഇപ്പോൾ വന്നിട്ടുള്ളത് ഞങ്ങളെല്ലാവരും തീർത്താലും അവസാനത്തെ അപകടം വരുത്തിയിട്ട് ഈ ലോകത്തുനിന്ന് ഇറാൻ്റെ ആയുധങ്ങൾ മടങ്ങിപ്പോവുള്ളൂ. ആ രീതിക്ക് ഞങ്ങളിപ്പോൾ ഈ ഗ്യാപ്പിൽ സംവിധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും അറിയാതെ കയറി ഇങ്ങോട്ടേക്ക് അടിക്കരുത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമ്പോൾ ഞങ്ങളെ കൺട്രോളല്ല, അതൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി സംവിധാനിച്ച് വെച്ചിട്ടുണ്ട്, അത് തിരിച്ചങ്ങ് അടിച്ചേക്കും, പിന്നെ നമ്മളോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല എന്ന പച്ച മലയാളത്തിലുള്ള വാക്കുകളാണ് ഇപ്പോൾ ആയത്തുള്ള ഖാംനയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇത് സ്ഥിരീകരിക്കുന്ന രൂപത്തിലാണ് ഇസ്രായേലിൻ്റെ ഹീബ്രു പത്രവും അതേപോലെ തന്നെ അമേരിക്കയുടെ ഇംഗ്ലീഷ് പത്രവുമായിട്ട് ഇറങ്ങി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ വാർത്താ പ്രാധാന്യം നൽകി ഈ പ്രാധാന്യത്തിലാണ് ഇപ്പോൾ ചർച്ച ചെയ്ത് ചൂടോടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ മെറ്റൽ അഥവാ ഗോൾഡിന് കൂടുതൽ വില കയറാനുള്ള സാധ്യതയും അതിവിദഗ്ധരായിട്ടുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൻ്റെ അലയൊലികളായിട്ട് തന്നെ ആകാം നമ്മുടെ ഇന്നത്തെ കേരളത്തിൽ ഇന്നത്തെ റേറ്റും അല്പം ഒന്ന് കൂടിക്കണ്ടു. അത് നിങ്ങൾ കാണുന്നത് എപ്പോഴാണെന്നുള്ളത് നോക്കുക. അപ്പോൾ ഈ ഒരു ആശങ്കപ്പെടുത്തുന്ന ലോകത്തിലാണ് നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞുകൂടുന്നത്. ലോകം സമാധാനത്തിന് വഴിമാറട്ടെ എന്ന് നമുക്കൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സയനിസ്റ്റ് ശക്തികളെ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുത്തേണ്ടത് തന്നെയാണ്. അത് ലോകത്തിൻ്റെ ആവശ്യമാണ്. എല്ലാ ലോകത്തും സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് ശാശ്വതമായിട്ടുള്ള ജീവിതമുള്ളൂ, അല്ലാത്തവർക്ക് ചെറിയ നേരത്തേക്കുള്ള സുഖമേ ഈ ലോകത്ത് കിട്ടുകയുള്ളൂ എന്നുകൂടി നമ്മൾ ഓർക്കുക.